എല്ലാവർക്കും നമസ്കാരം. സ്പിരിച്വൽ അവേക്കിംഗ് ഈ ഒരു ഗുരുപൂർണിമ എപ്പോഴും തന്നെ സ്പിരിച്വലി നമുക്ക് ഉയരാനായിട്ടുള്ള ഒരു മാസമാണ്. എപ്പോഴും തന്നെ ആത്മീയത എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ കണ്ടെത്തുന്നതാണ് ഈ ജീവൻ്റെ അടിസ്ഥാന പ്രക്രിയ എന്ന് പറയുന്നത്. ഈ ജീവനെ കണ്ടെത്തുന്നത് നമ്മൾ ശരിക്കും ബോധപൂർവമാണ്. നമ്മുടെ ജന്മജന്മാന്തരമായി തന്നെ നമ്മൾ തേടുന്നൊന്നുണ്ട്. എന്താണ് എൻ്റെ അടിസ്ഥാനം എന്നുള്ളത്? ഞാൻ എവിടാണ് എൻ്റെ ചിന്തകൾ അവസാനിക്കുന്നത്? എവിടാണ് എൻ്റെ സംതൃപ്തി ഇരിക്കുന്നത്? വീടും കാറും കുട്ടികളും ഒക്കെ തന്നെ പണവും എല്ലാം നമ്മളിലേക്ക് വന്നാലും നമ്മൾ തേടുന്നൊരു പ്രോസസ്സ് വീണ്ടും സംഭവിക്കും. അല്ലെങ്കിൽ അവിടം കൊണ്ടൊന്നും തൃപ്തിയാവാത്ത ഒരലച്ചിലുണ്ടാവും. ഓരോ ജന്മത്തിലും നമ്മൾ തേടി തേടി നമ്മുടെ ഉള്ളിലേക്ക് ഒരു യാത്ര ആരംഭിക്കും. ഈ യാത്ര എന്ന് പറയുമ്പം അവനവന് എപ്പോഴും തന്നെ നമുക്കിപ്പോൾ ഒരു കടലിൽ പണ്ട് കൊളംബസ് യാത്ര തിരിക്കുന്നതൊക്കെ തന്നെ അറിയാമല്ലോ. ഒരു ദിശയില്ലാത്ത രീതിയിൽ എവിടെയെങ്കിലും ഒക്കെ ചെന്നെത്തിപ്പെടും. എന്നിട്ട് അവിടെ നിൽക്കുന്നൊരു പ്രോസസ്സ്. അങ്ങനല്ല എപ്പോഴും യാത്ര എന്ന് പറയുന്നത്. ഒരു നാവിഗേറ്റർ അല്ലെങ്കിൽ ഒരു GPS എപ്പോഴും നമുക്ക് ആവശ്യമാണ്. ഒരു നാവിഗേറ്റർ, ഒരു GPS നമ്മളെ പൂർണ്ണമായിട്ടും ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന, ആ സത്യത്തിൽ പൂർണ്ണമായിട്ടും ലയിച്ചിരിക്കുന്ന ഒരാളാണ് എപ്പോഴും ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗുരുവിനെ സംബന്ധിച്ച് നോക്കുമ്പം നമ്മുടെ ഉള്ളിലെ ഈ എവിടെ നിന്നില്ലാതെ ദിശയില്ലാതെ പോകുന്ന കപ്പലിനെ പോലല്ലാതെ അതിനെ ഒരു ദിശയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് എപ്പോഴും ഗുരു എന്ന് പറയുന്നത്. അപ്പം ഗുരു എന്ന് പറയുമ്പം ഈ സൃഷ്ടിയിൽ ആദ്യമായി ശിവൻ, ആദിയോഗീശ്വരൻ ഗുരുവായിട്ട് പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചപ്പം ഈ സൃഷ്ടിയിൽ നമുക്കൊരു എപ്പോഴും തന്നെ മാർഗമുണ്ട്. ഗുരു സൃഷ്ടിക്കും മാർഗത്തെ എപ്പോഴും. നമ്മളെ എപ്പോഴും നമ്മുടെ ഉള്ളിലെ ആ ശക്തിയെ മനസ്സിലാക്കുവാനായിട്ട് അതിനുള്ള മാർഗങ്ങൾ ഒരുക്കും. നമുക്കൊരു ഉദാഹരണം നോക്കിയാൽ അറിയാം. ചില സീസണിൽ ഇപ്പം ആപ്പിൾ പോലുള്ള മരങ്ങളിൽ നിന്ന്, ആപ്പിൾ മരത്തിൽ നിന്ന് എന്തുമാത്രം ആപ്പിളാണ് ഉണ്ടാവുന്ന ഒരു സീസണിൽ. അതേപോലെ തന്നെ ചില പ്രകൃതിയിൽ സൗരയുഗത്തിൻ്റെ ഈ സോളാർ സൈക്കിളിൻ്റെ ഒരു പ്രത്യേകതയിൽ എപ്പോഴും തന്നെ ചില പൗർണമിക്ക് ഉണ്ടാവുന്ന ഒരു പ്രത്യേക ഊർജമുണ്ട്. ആദിയോഗീശ്വരൻ ശിവൻ്റെ ഒരു പ്രത്യേകതരമായിട്ടുള്ള ഗ്രേസ് ഉണ്ട്. ആ അനുഗ്രഹത്തെ നമുക്ക് സ്വീകരിച്ചാൽ നമ്മുടെ ഉള്ളിലെ ആ പ്രകാശത്തിനെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. എപ്പോഴും ഗുരു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കും, എൻ്റെ ഉള്ളിൽ തന്നെ ഗുരുവില്ലേ, എൻ്റെ ഉള്ളിൽ തന്നെ ഈശ്വരീയ ശക്തി ഇല്ലേ എന്ന് ചിന്തിക്കും. നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഈശ്വരീയ ചൈതന്യത്തിനെ നമ്മളിപ്പോൾ അതുമായിട്ട് വളരെയേറെ അകലെയാണ്. ആ ഈശ്വരീയ ചൈതന്യത്തിനെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് ഒരു പ്രകാശമായിക്കൊണ്ട് നമ്മളിലേക്ക് സൂര്യൻ എങ്ങനെയാണോ ഇരുട്ടിൽ പ്രകാശിക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ പ്രകാശത്തെ തെളിയിച്ചു തരുക എന്നുള്ളതാണ് ഒരു ഗുരുവിൻ്റെ ദൗത്യം. ഒരു ഗുരുവിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് എപ്പോഴും തന്നെ പൂർണ്ണ സത്യത്തിന് ഏറ്റവും ഉയർന്ന വിദ്യ ആത്മീയ വിദ്യയാണ്. നമ്മുടെ യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്ന ആത്മീയ വിദ്യയാണ്. ഈ വിദ്യയിലൂടെ അവനവനെ തന്നെ കണ്ടെത്തുക എന്നുള്ളൊരു ലക്ഷ്യമാണ് മനുഷ്യ ആയുസിൻ്റെ പ്രക്രിയ എന്ന് പറയുന്നത്. അതിലേക്ക് നയിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഗുരു എന്ന് പറയുന്നത്. ഈ ഒരു ഗുരു പൗർണമി മുതൽ ഏകദേശം യോഗയുടെ മാർഗത്തിൽ ഇത് ശ്രാവണ മാസമാണ്. ഗുരു പൗർണമി തൊട്ട് നാഗപഞ്ചമി വരെയുള്ള ദിവസങ്ങളൊക്കെ തന്നെ നമുക്ക് സ്പിരിച്വലായിട്ട് അവേക്കിങ് ആവാൻ. എപ്പോഴും സ്പിരിച്വൽ അവേക്കിങ് എന്ന് വെച്ചാൽ എന്താണ്? എപ്പോഴും തന്നെ നമ്മുടെ ഇന്നറിലേക്ക് നമ്മൾ സ്പന്ദനം അറിഞ്ഞ് നമ്മൾ അതിലേക്ക് കടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഞാൻ നിങ്ങളുടെ ഗുരുവാവുന്നത് എങ്ങനെയാണ്? എൻ്റെ അരികിൽ വരുമ്പം ഒരിക്കലും ഒരു പേഴ്സണായിട്ട് കണ്ടുകൊണ്ട് ഒരു വ്യക്തിയായി വരുന്നത് എല്ലാം അത് കൂടാതെ തന്നെ ആ ഒരു ഇന്നർ എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങൾക്ക് നൽകാൻ സാധിക്കുമ്പോഴാണ് ഞാൻ ഗുരുവായി മാറുന്നത്. ആ ഇന്നർ എക്സ്പീരിയൻസ് എവിടെ നിന്ന് സംഭവിക്കുന്നു? പരബ്രഹ്മത്തിൽ നിന്ന് സംഭവിക്കുന്നു. അങ്ങനെ ഒരു ഗുരുവിലൂടെ വന്ന് ഗുരുവിൻ്റെ ഗൈഡിലൂടെ പോകുമ്പോൾ നമുക്ക് ആ പരബ്രഹ്മത്തെ
നമ്മുടെ ഉള്ളിലെ ആ ഈശ്വരീയ ചൈതന്യത്തെ നമുക്കറിയാൻ സാധിക്കും. അതിന് സൃഷ്ടി പ്രക്രിയ ഒരുക്കുന്ന ഒരു മാർഗ്ഗമാണ് എപ്പോഴും ഗുരുപൗർണമി. ഗുരുപൗർണമി തൊട്ട് നാഗപഞ്ചമി, ഓഗസ്റ്റ് 9-ാം തീയതി വരെയുള്ള നാഗപഞ്ചമി വരെയുള്ള ദിവസങ്ങൾ ഒരു സാധകനെ, ഒരു സാധുവിനെ സംബന്ധിച്ച് നോക്കുമ്പം സ്പിരിച്വലി ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു മന്താണ്. അവിടെ ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യങ്ങളാണ് പഞ്ചാക്ഷരി മന്ത്രമായ ആ നമഃ ശിവായ മന്ത്രം ജപിക്കുകയും ശിവ ഉപാസന, ശ്രാവണ സാധനയൊക്കെ ചെയ്തതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ നമുക്ക് സ്പിരിച്വലി നമുക്ക് നമ്മുടെ ഇന്നർ ജേണി, എപ്പോഴും ആത്മീയത എന്ന് അർത്ഥമാക്കുന്നത് ഒരു വിശ്വാസത്തിനെ അല്ല, ഒരിക്കലും ഒരു തിയറി അല്ല, ഒരു ഫിലോസഫി അല്ല, ഒന്നും തന്നെ അല്ല. എപ്പോഴും തന്നെ ഗുരു എപ്പോഴും ഗൈഡ് ചെയ്യും. ഗുരു പൂർണ്ണമായിട്ടും ഇന്നറിലായ എക്സ്പീരിയൻസ് നൽകും. അതിൻ്റെ ശാസ്ത്രം എന്താണോ അടിസ്ഥാനപ്പെടുത്തുന്നത്, ശാസ്ത്രം എങ്ങനെ രൂപീകൽപ്പനപ്പെടുന്നത്, എപ്പോഴും ഇതിൻ്റെ അടിസ്ഥാനം ആത്മാവ് പരബ്രഹ്മമാണെന്നും പരബ്രഹ്മ സ്വരൂപമാണെന്നും ശിവനെന്ന് പറഞ്ഞ ശൂന്യതയിലെ പരമാനന്ദമാണെന്നാണ് എല്ലാ വേദങ്ങളും എല്ലാ ബ്രഹ്മസൂത്രങ്ങളും ഉപനിഷത്തും പറയുന്നത്. ഈ ഒരു അടിസ്ഥാന ശാസ്ത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഇന്നറിൽ ഈ ജേണിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ഒരു ത്രികോണം എങ്ങനെയാണോ ഇതിൻ്റെ 3 ഈ അലൈൻമെന്റ് ശരിയായിട്ട് വരുന്നത്, അപ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ഇന്നർ ജേണി കറക്റ്റായിട്ട് സംഭവിച്ചു പോകുള്ളൂ. അപ്പം ഗുരുവും ശാസ്ത്രവും അതേപോലെ തന്നെ സ്വന്തം അനുഭവ സമ്പത്തിലൂടെ നമുക്ക് കടന്നു പോകാനായിട്ട് പ്രകൃതി ഒരുക്കുന്ന ഒരു മാർഗമാണ് എപ്പോഴും ഈ ഒരു ഗുരുപൗർണമി തൊട്ട് നാഗപഞ്ചമി വരെയുള്ള ദിവസങ്ങൾ. ഇതിൽ ഏറ്റവും ഉയർന്ന വളരെയേറെ കൃപയ്ക്ക് വേണ്ടി എപ്പോഴും തന്നെ ഒരു സബ്ഗുരു പ്രകാശിച്ചു നിൽക്കുമ്പം ആ ഗുരുവിൻ്റെ ഗ്രേസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഗുരു കൃപയില്ലാതെ നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മളെല്ലാം തന്നെ കാർമ്മികത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നത് എപ്പോഴും ഒരു സബ്ഗുരുവിനെ സാധിക്കുള്ളൂ. അപ്പം ആ ഒരു ഗുരുവിൻ്റെ എപ്പോഴും തന്നെയുള്ള ആ ഒരു ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ടാണ് ഗുരു പൂജ വെച്ചിരിക്കുന്നത്. അപ്പം 21-ാം തീയതി ഗുരു പൂജയിലേക്ക് പങ്കെടുക്കാൻ വളരെ ലിമിറ്റഡായിട്ട് 10 പേർക്കുള്ള അവസരം. അപ്പം ഈ ഒരു ഗുരുപൂർണിമ തൊട്ട് നാഗപഞ്ചമി വരെ ചെയ്യേണ്ട സാധന പ്രക്രിയ ഞാൻ ഗുരുപൂജയ്ക്ക് വരുന്നവർക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്പർ കൊടുക്കാം, വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക. 10 പേർക്ക് മാത്രമേ സാധിക്കുള്ളൂ ഈ ഒരു ഗുരുപൂജയ്ക്ക് പങ്കെടുക്കുവാനായിട്ട്. അപ്പം ഗുരുവിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഗ്രേസ് തീർച്ചയായിട്ടും ജീവിതത്തിൽ കൊണ്ടുവന്ന് ഈ കർമ്മം ബാധിച്ചിരിക്കുന്നതിൽ നിന്ന് കർമ്മം മോചനപ്പെടുമ്പോഴേ ജ്ഞാനം നമ്മളിലേക്ക് തുറന്നു തുടങ്ങത്തുള്ളൂ. അത് ഉള്ളിലെ അനുഭവ സമ്പത്തായിക്കൊണ്ടാണ് നമ്മളിലേക്ക് ആ നിർവ്വാണാവസ്ഥ കടന്നു വരുന്നത്. അതിലേക്കുള്ളൊരു കൃപയായി തീരട്ടെ എല്ലാവർക്കും ഈ ഒരു ഗുരുപൂർണിമ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.